വിവരാവകാശ നിയമപ്രകാരം 4 ചോദ്യങ്ങൾക്ക് ജയിൽ വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഞെട്ടിക്കുന്നതും നിർണായകവുമായ വിവരങ്ങൾ പുറത്തുവന്നത്. കേരളപ്പിറവിയുടെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 1911 പേർക്ക് ശിക്ഷായിളവ് നൽകണമെന്ന് കഴിഞ്ഞ നവംബറിൽ ജയിൽ വകുപ്പ് സർക്കാരിന് ശുപാർശ നൽകി. TP വധക്കേസിലെ പ്രതികളും ശിക്ഷാ ഇളവ് നൽകേണ്ടവരുടെ കൂട്ടത്തിലുണ്ട്. KC രാമചന്ദ്രൻ, PK കുഞ്ഞനന്ദൻ, കൊടിസുനി, കിർമാനി മനോജ് തുടങ്ങി TP കേസിലെ 11 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്നാണ് ജയിൽ വകുപ്പിന്റെ ശുപാർശ. കോളിളക്കമുണ്ടാക്കിയ ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമും ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽപ്പെട്ടു. കാപ്പ ചുമത്തപ്പെട്ടയാളാണെങ്കിലും ശിക്ഷാ ഇളവിനുള്ള പട്ടിക സമർപ്പിക്കുന്ന സമയത്ത് നിസാമിന് മേൽ കാപ്പ ഇല്ലായിരുന്നുവെന്നാണ് ജയിൽ വകുപ്പിന്റെ വിചിത്രമായ വാദം. കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ, കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ മണിച്ചൻ അടക്കമുള്ള പ്രതികൾ, അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിലെ പ്രതി ഓംപ്രകാശ് എന്നിവരും പട്ടികയിലുണ്ട്. മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ജയിൽ വകുപ്പ് പട്ടിക തയ്യാറാക്കിയതെന്ന് വ്യക്തമായി. ജയിൽ വകുപ്പ് ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകിയ പട്ടിക ഗവർണർ തിരിച്ചയച്ചത് വിവാദമായിരുന്നു. 1911 പേരുടെ പട്ടിക ജയിൽ വകുപ്പ് സർക്കാരിന് നൽകിയെങ്കിലും 1850 പേരുടെ പട്ടികയെ സർക്കാർ ഗവർണർക്ക് അയച്ചുള്ളൂ. 61 പേരെ അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് സർക്കാരിൻ്റെ വാദം. പക്ഷേ അതൊന്നും ജയിൽ വകുപ്പിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയ്ക്ക് ന്യായീകരണമാകുന്നില്ല. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.